ദിസ് ഈസ് കവളമടൽ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ തെങ്ങിന്റെ ഓലയുടെ ബേസ് ആണ്. കവളമടല് വെട്ടി അടിക്കണമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ് ഇത്. പിന്നെ ഒരു കാലത്ത് പുള്ളിക്ക് സ്ഥിരം ക്രിക്കറ്റ് സ്റ്റമ്പിന്റെ ജോലി ഉണ്ടായിരുന്നു. ഇതിങ്ങനെ ലോങ് ആയിട്ട് കട്ട് ചെയ്ത് അടുപ്പിൽ വെച്ചാൽ ഉഷാറായിട്ട് കത്തും. ദിസ് ഈസ് കൊതുമ്പ്. ഇതിനകത്തുനിന്നാണ് തെങ്ങിന്റെ പൂക്കുല അൺബോക്സ് ചെയ്യുന്നത്. ദിസ് ഈസ് ക്ലാഞ്ഞിൽ. ഒരു മാതിരി പേരാണെങ്കിലും തെങ്ങിന്റെ ടോപ്പില് കോക്കനട്ട്സ് എല്ലാം ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് പുള്ളിയാണ്. നന്നായിട്ട് ഉണങ്ങിയാൽ രണ്ടും തീ കത്തിക്കാൻ സൂപ്പറാണ്. ഇത് കവളമടലിന്റെ ചുറ്റുവട്ടത്തുള്ള മെഷ് പോലത്തെ ഐറ്റമാണ്. പേര് കോഞ്ഞാട്ട. ജീവിതം കോഞ്ഞാട്ടയായി പോകുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? തെങ്ങിലെ സ്റ്റാർ വാല്യൂ ഏറ്റവും കുറവുള്ള സാധനമാണ്. ഇത് ഉണങ്ങിയ കോക്കനട്ട് ലീവ്സ് കൂട്ടിക്കെട്ടി വെച്ചേക്കുന്നതാണ്. ചൂട്ടുകറ്റ എന്നൊക്കെയാണ് പഴയ ജനറേഷൻ പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ടും തീ കത്തിക്കാൻ ബെസ്റ്റ് ആണ്. ഇതറിയാമല്ലോ. തൊണ്ട്, ഇതിന്റെ അകത്ത് ചകിരി, പിന്നെ ചിരട്ട. 3 തേങ്ങയുടെ കവറുകളാണ്. തീ പിടിപ്പിക്കാൻ ചകിരി ബെസ്റ്റ് ആണ്. തൊണ്ടും ചിരട്ടയും ലോങ് ടൈം നിന്ന് കത്തുകയും ചെയ്യും. ഇതാരും മൈൻഡ് ചെയ്യാതെ കുറെ നാളായിട്ട് പറമ്പിൽ കിടന്ന ഒരു വുഡാണ്. ഇത് ഞങ്ങളിങ് എടുത്തു. ഇത് കുറച്ച് ആഞ്ഞിലി വുഡ് പീസസ് ആണ്. ഇതൊക്കെ കത്തിക്കാൻ വീടിന്റെ അകത്ത് അടുപ്പില്ലെങ്കില് പുറത്ത് 3 സ്റ്റോൺസ് ഇങ്ങനെ വെച്ചാൽ സെറ്റ് ആണ്. ആദ്യം തീ പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇച്ചിരി കെറസിൻ, അതായത് റേഷൻ മണ്ണെണ്ണ ട്രൈ ചെയ്യാം. ഗ്യാസ് ഇല്ലെങ്കിൽ നമുക്ക് വല്ലതും തിന്നണ്ടേ? അതിനായിട്ട് രാവിലെ നമുക്ക് തെങ്ങിൻ ചോട്ടിലേക്ക് പോകാം. ഓലമടല് വല്ലതും വീണോ എന്ന് നോക്കാം. കൊതുമ്പോ ക്ലാഞ്ഞിലോ വല്ലതും കൊഴിയാൻ നിൽപ്പുണ്ടോ എന്ന് നോക്കാം. തേങ്ങയിടാൻ സമയമായോ എന്ന് അന്വേഷിക്കാം. അവിടെ ഒരു ലോക്കൽ യുദ്ധം ഉണ്ടാവാതിരിക്കാൻ ഓർക്കുക, സ്വന്തം പറമ്പിൽ നിന്ന് ഇതൊക്കെ എടുക്കാവുള്ളൂ.